ഞാനാണ് സ്ത്രീ എന്ന് നമ്മൾ പറയുന്ന ഈ പരിപാടിയിൽ ആരായിരിക്കണം സ്ത്രീ എന്ന ഒരു വിഷയം തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഉണ്ട് എന്ന് തോന്നുന്നു. ചർച്ച എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് സംസാരിക്കേണ്ട, പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരായിരിക്കണം സ്ത്രീ എന്നുള്ളത് ഈ കണ്ട കാലയളവിൽ പല വ്യക്തികളും പല കാലഘട്ടത്തിലും പല ചുറ്റുപാടിലുള്ളവരുമായി പരിചയപ്പെട്ടതിൽ നിന്ന് തോന്നിയിട്ടുള്ള ഉടലെടുത്തിട്ടുള്ള ചില ആശയങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ. എന്താണ് ഭാഗ്യച്ചിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ഞാൻ സ്ത്രീ നീ പുരുഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് യോജിക്കുന്ന ആരാണ് മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. സ്ത്രീ പുരുഷൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ നമുക്കൊരു വേർതിരിവ് കൊണ്ടുവരുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എത്തരത്തിലുള്ളൊരു മനുഷ്യനാണ്, എന്നിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ മനുഷ്യനുണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു. ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനോട് തന്നെ പറയാറുണ്ട്, ഒരിക്കലും എൻ്റെ മോൻ എന്നോട് പറയാറുണ്ട്, ഞാൻ അവനോട് പറയുന്നില്ല, അവൻ എന്നോട് പറയാറുണ്ട്, ഒരിക്കലും ഗേൾ ഫ്രണ്ട് എന്ന് പറയരുത്, ഫ്രണ്ട് എന്ന് പറയൂ. എന്തിനാണിങ്ങനെ, നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടടാ എന്ന് ചോദിക്കരുത്, എത്ര ഫ്രണ്ട്സ് ഉണ്ടടാ എന്ന്. എന്തിനാണിങ്ങനെ ജെൻഡർ വൽക്കരിക്കുന്നത് എല്ലാത്തിനെയും? അപ്പം ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. സോ ഞാനാണ് സ്ത്രീ എന്നുള്ളതിനേക്കാൾ ഞാനാണ് മനുഷ്യൻ എന്ന് പറയാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ നമ്മളായിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ, നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയിൽ എപ്പോഴും അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ മാത്രമാണോ സാധ്യമാകുന്നത്? എന്തുകൊണ്ടോ ഇപ്പോൾ പൂർണ്ണമായും ഈ പറഞ്ഞ ജെൻഡർ ഡിമാർക്കേഷൻ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. പക്ഷേ നമ്മളായിരിക്കുന്ന ഒരു സമൂഹത്തിൽ, ആയിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഇത്തരത്തിലൊരു നിലപാട് സ്ഥിരം കൈക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? ചില ഘട്ടങ്ങളിലെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇടപെടേണ്ടി വന്നിട്ടില്ലേ കാര്യങ്ങളിൽ? നമുക്ക് നമ്മളുടെ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ശരി എന്ന് തോന്നുന്നത് ചെയ്യുക, നമുക്ക് ശരി എന്ന് തോന്നുന്നത് പറയുക എന്നാണ്. അല്ലാതെ എല്ലാ കാലവും സമൂഹം എന്ത് പറയുന്നു, സമൂഹം എന്ത് കരുതുന്നു, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ജീവിത അവസാനം വരെ ഈ സമൂഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. സമൂഹമാണെങ്കിൽ ഒരിക്കലും തൃപ്തിപ്പെടുത്തില്ല. അവരിങ്ങനെ നമ്മളിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ നമ്മളെ വിമർശിക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനൊരു വിമർശനം ഉണ്ടാവും. കാരണം ആ നന്മ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാം ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ കാറിൽ യാത്ര ചെയ്യുന്നു. ചിലപ്പോൾ വഴിക്ക് വെച്ച് ഒരു പുരുഷൻ ഞാനും എറണാകുളത്തേക്ക്, ഞാനും കൂടെ കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അതേ ഈ സമൂഹത്തിൻ്റെ കണ്ണിൽ ഏതോ ഒരുത്തൻ്റെ കൂടെ പോകുന്നു. അപ്പം ഇത് ആരാണ് എന്താണെന്നുള്ളത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. എനിക്കിപ്പോൾ സമൂഹത്തിനെ തൃപ്തിപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. എന്നോടാണ് ഞാൻ ആൻസർ പറയേണ്ടത്, എന്നോടാണ് ഞാൻ ചോദ്യം ചോദിക്കേണ്ടത്, എന്നോടാണ് ഞാൻ ആൻസർ പറയേണ്ടത്. സമൂഹം എന്നോട് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, സമൂഹത്തിനോട് ഞാൻ ഉത്തരം പറയേണ്ട കാര്യവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേവിക മാഡം, ഈ ജെൻഡർ എന്നുള്ളൊരു വിഷയം അതിൻ്റെ ഒരു അക്കാഡമിക് തലത്തിൽ നിന്നുകൊണ്ടും സമൂഹവുമായിട്ടുള്ള അതിനുള്ള ഒരു കണക്ഷൻ നിലനിർത്തിക്കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. മാഡത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ആരാണ് സ്ത്രീ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞ പോലെ സ്ത്രീ എന്നുള്ള ഒരു ചട്ടക്കൂടിൽ നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവരുന്ന നോഷനിൽ തന്നെ തളച്ചിടേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് തുറന്ന് പറത്തി വിടേണ്ടതായിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? മുത്തു, ഈ ചോദ്യം ആണ് നമ്മുടെ ഇവിടുത്തെ സാമുദായ പരിഷ്കർത്താക്കൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തും 20-ാം നൂറ്റാണ്ടിൽ കേരള സമൂഹത്തെ കുറേ മാറ്റിമറിക്കാൻ ശ്രമിച്ച സമുദായ പരിഷ്കർത്താക്കളും മറ്റുള്ളവരും ഉന്നയിച്ച ചോദ്യം ഇതാണ് ആരാണ് ഈ സ്ത്രീ എന്ന, ആരെ നമുക്ക് സ്ത്രീ എന്ന് വിളിക്കാം, ഏത് തരം സ്വഭാവവിശേഷങ്ങൾ ഉള്ളവരെ നമുക്ക് സ്ത്രീകൾ എന്ന് വിളിക്കാം എന്ന ചോദ്യം. അപ്പോൾ അവരതിന് മുന്നേ പക്ഷേ അതിനൊരു ഒരു മുൻധാരണയുള്ളത് ഒരു പ്രത്യേക ശരീരമുള്ളവരെ സ്ത്രീ എന്ന് വിളിക്കാം. അതിപ്പോൾ തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജനിച്ചത് കൊണ്ട് നിങ്ങൾ സ്ത്രീ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലിംഗത്തെപ്പറ്റി ജനന സമയത്ത് തന്നെ നമുക്ക് തീർച്ചയൊന്നും ഇല്ല എന്ന്, അങ്ങനെ ഒരു മുൻധാരണ അന്നുണ്ട്. അതിപ്പോൾ പതറിക്കഴിഞ്ഞു.
ആരാണ് സ്ത്രീ എന്നുള്ള ചോദ്യം, ഏത് തരത്തിൽ സാമൂഹ്യവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ് സ്ത്രീ, ഏത് തരത്തിൽ വളർന്ന, ഏത് തരം മൂല്യങ്ങൾ ഉൾക്കൊണ്ടവരാണ് സ്ത്രീകൾ. അപ്പോൾ അത് അവിടെ വരുമ്പോഴപ്പോൾ വലിയ ഒരു തർക്കത്തിൻ്റെ കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ചില പ്രത്യേക വേഷം ധരിച്ച, ചില പ്രത്യേക തരത്തിൽ ചിന്തിക്കുന്ന, ചില പ്രത്യേക ഇടങ്ങളിൽ മാത്രം നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന അവരാണ് സ്ത്രീ എന്ന് നമ്മളോട് സമൂഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയൊന്നുമല്ല. ഈ സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വളരെ വ്യക്തിപരമായ, നമുക്ക് ഒരു തരത്തിലും സാമാന്യവൽക്കരിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എന്ന് നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ പോയൊരു സെമിനാറിൽ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ഒരാൾ വളരെ മുതിർന്ന ഒരു പുരുഷനാണ്, കേരളത്തിലെ ഒരു എക്സ്പേർട്ടാണ്, ഒരു അറിയപ്പെടുന്ന എക്സ്പേർട്ടാണ്, മുതിർന്ന ഒരാളാണ്. അയാൾ കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിനെക്കുറിച്ച് ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ ഏതോ വെബ്സൈറ്റ് നോക്കി പഠിച്ചു കൊണ്ടുവന്ന് അത് മുഴുവനും അവതരിപ്പിച്ചുകൊണ്ട് അതിശയം തോന്നും. കാരണം ഒരൊറ്റ പുതിയ ഇൻസൈറ്റ് പോലും ഇല്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ചെയർ മിണ്ടുന്നില്ല, ചെയർ ഇത് മുഴുവനും ഇന്റർവീൻ ചെയ്യാതെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഊഴമാണ്. അപ്പം ഐ ആം ദ ഡിസ്കസൻ്റ് ഓഫ് ദിസ് പേപ്പർ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരെ എനിക്ക് അവസാനിക്കാൻ ഒരു 2 പാരഗ്രാഫും കൂടി ബാക്കി, വായിക്കുകയല്ല, 2-3 പോയിന്റും കൂടി ഉള്ളൂ ബാക്കി. അപ്പം ശരിക്കും ഒരു 1-1.5 മിനിറ്റിനകം അത് നിൽക്കേണ്ടതാണ്. എനിക്ക് വരുന്നു ഒരു കത്ത്, ഒരു ചിറ്റ് വരുന്നു, നിങ്ങൾ വേഗം അവസാനിപ്പിക്കണം. അപ്പം ഞാൻ ഒട്ടനെ തന്നെ ഞാൻ ചിറ്റ് അവിടെ വെച്ചിട്ട് ഞാൻ തിരിഞ്ഞു ചോദിച്ചു. അപ്പം ഇതാണ് ഈ പ്രശ്നം. ഇപ്പം ഒരു പുരുഷനായാൽ മാത്രം പോരാ, ഒരു വലിയ എന്താ പറയുക എക്സ്പേർട്ടായിരിക്കും. അയാൾ ഈ ജീവിതത്തിലെ പല ഘട്ടത്തിൽ അർഹതയുള്ളത് കൊണ്ടും അർഹതയില്ലാത്തത് കൊണ്ടും നേടിയ കുറേ പദവികളുണ്ട് ഈ ലിംഗ പദവിക്ക് പുറമെ. അപ്പം അതെല്ലാം കൂടി കൂട്ടി വെച്ച് അതിൻ്റെ മണ്ടയിലിരുന്നാണ് ആശാൻ സംസാരിക്കുന്നത്. ഞാൻ ഇനി എന്തെല്ലാം ചെയ്താലും അടിസ്ഥാന അനാലിസിസിൽ സ്ത്രീയാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരം റെഗുലേറ്റഡ് ആവും. ഈ 19 വയസ്സായിട്ടും ഈ 10-30 വർഷം ഈ 20 വർഷത്തോളം ഈ അക്കാഡമിക്സിൽ ചിലവഴിച്ചിട്ടും ഈ പറഞ്ഞ മനുഷ്യനേക്കാൾ എന്തുകൊണ്ടും അക്കാഡമിക്സിൽ ഡെഫിനറ്റ്ലി ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്നാലും അങ്ങേരെ 1 മണിക്കൂർ സംസാരിക്കും, ഞാൻ അരമണിക്കൂർ എത്തുമ്പോഴേക്കും എനിക്ക് കത്ത് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെ, ഇപ്പം എനിക്കും നല്ല ആഗ്രഹമുണ്ട് മാനുഷി ആയിട്ട് അറിഞ്ഞാൽ കൊള്ളാം, അല്ലെ മനുഷ്യൻ്റെ എന്താ പറയുക പിന്നെ സ്ത്രീലിംഗം. അപ്പം ഇല്ല, മാനുഷി എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ആയാൽ കൊള്ളാം എന്നൊക്കെയുണ്ട്, മനുഷ്യഗുണങ്ങൾ ഉള്ള പക്ഷെ മനുഷ്യഗുണങ്ങൾ നമ്മൾ പറയാൻ അനുവദിക്കുന്ന ഒരു സമൂഹം അല്ല. നിങ്ങൾ എന്തെല്ലാം ചാടിയാലും നിങ്ങൾ ഒരിക്കലും ഇപ്പം അക്കാഡമിക് എന്ന്, അതിപ്പം മനുഷ്യൻ്റെ കാര്യം പറ്റില്ല. അക്കാഡമിക് എന്ന് പറഞ്ഞാൽ അത് പുരുഷനാണ്. നിങ്ങൾ എങ്ങനെയെല്ലാം കിടന്ന് ചാടിയാലും നിങ്ങൾക്കൊരു ഓണററി മാസ്കുലിനിറ്റി കിട്ടും. അതിൽ കൂടുതൽ അതെപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, ഏത് മിനിറ്റിൽ വേണമെങ്കിലും. ലൈക്ക് in this particular subject to condition, it can be withdrawn any moment. അപ്പം നമ്മൾ എന്തിനാ അപ്പോൾ ഒരർത്ഥത്തിൽ then you start thinking about the positive aspects. അപ്പോൾ ഇത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് സ്ത്രീകൾക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്, പുരുഷന്മാർക്ക് ഇല്ലാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സന്തോഷം തരുന്ന രീതിയിലോ ഒരു സ്ത്രീക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലോ, അല്ലെങ്കിൽ അങ്ങനെയുണ്ടല്ലോ പ്ലഷർ ഡിറൈവ് ചെയ്യുന്ന രീതിയിലോ, നമ്മുടെ തന്നെ സെൽഫിനെ ശക്തിപ്പെടുത്തുന്ന ഒരു മൂല്യം നമ്മൾക്ക് അതിൽ നിന്ന് ആ ഡിഫറൻസിൽ നിന്ന് കിട്ടുന്നത് കണ്ടാൽ അതപ്പം അതിനെ ഏതെങ്കിലും തരത്തിൽ മെഡിക്കലൈസ് ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ ഇതിനെ ഒതുക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിലെ ഏറ്റവും വലിയൊരു സന്തോഷം വെച്ചാൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഇത്രയും ശപിക്കപ്പെട്ട ഒരു സാധനമാണ് സ്ത്രീത്വമെങ്കിലും പലരും സ്ത്രീത്വത്തെ കാംക്ഷിക്കുകയും അതുകൊണ്ട് നമുക്കൊരു ഇപ്പോൾ ഒരു ശക്തിയായി എന്നുവെച്ചാൽ ഇപ്പൊ പുതിയ ശക്തികൾ നമുക്ക് പല സ്ഥലത്തുനിന്നും ശക്തി കൂടി അതെ.